നാട്ടുകാർക്ക് മുഴുവനും വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തിരുന്ന ഉമ്മമാർ, നാട്ടുകാർക്ക് മുഴുവനും അന്നം കൊടുത്തിരുന്ന ഉപ്പമാർ, തറവാടുകൾ എത്ര ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. സ്നേഹമാണവർക്ക്, കരുണയാണവർക്ക്, എല്ലാവരോടും അണമുറിയാത്ത സ്നേഹം. അങ്ങനെ കരുണയാൽ കരകവിഞ്ഞൊഴുകുന്ന കടലുകളായ എത്രയോ സജ്ജനങ്ങൾ നമുക്കിടയിലൂടെ കടന്നുപോയി. ആ ഹൃദയങ്ങൾക്ക് തെളിച്ചം ലഭിച്ചത് അവരുടെ ഇബാദത്തുകളും അല്ലാഹുവിലേക്ക് അവരടുത്തതും കാരണമാണ്. അതുകൊണ്ട് മുഅ്മിനെ, മനസ്സമാധാനത്തിന്, സക്കീനത്ത് ലഭിക്കുവാൻ അല്ലാഹു നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ള വഴി അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. ഈമാൻ വർദ്ധിക്കുമെന്നാണ് ഇമാം ബുഖാരി തങ്ങളുടെ ബാബ് തന്നെ, അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ ഇബാദത്ത് കൊണ്ടും ത്വാഅത്ത് കൊണ്ടും അല്ലാഹുവിനെ അനുസരിക്കുന്നത് വർദ്ധിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുമെന്നും തിന്മകൾ വർദ്ധിക്കുന്നത് കൊണ്ട് ഈമാൻ കുറയുമെന്നും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് സമാധാനം ഇറക്കി കൊടുക്കുന്നവനാണ് അല്ലാഹു. നമ്മൾ ചോദിക്കൂലേ, നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും, നോമ്പെടുത്താൽ സ്വർഗം കിട്ടും. ഇവിടെ എന്താ കിട്ടുക? ഇവിടെ കിട്ടുന്നത് ഇതന്നെ, അസ്സകീന, മനസ്സമാധാനം ഉണ്ടാവും. മനസ്സമാധാനം ഉണ്ട്, അതല്ലേ ദുനിയാവിൽ വേണ്ടത്. ഇവിടെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അസ്സകീന, നല്ല സമാധാനം ഉണ്ടാകും, സന്തുഷ്ടമായ ജീവിതം. അല്ലാഹു ലനുഹയ്യന്നഹും ഹയാതൻ ത്വയ്യിബ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബാ. സമാധാനം ലഭിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന ആയത്തുകളിൽ അഞ്ചാമത്തേതാണിത്. ആറാമത്തേത് ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത ഹമിയ്യതൽ ജാഹിലിയ്യ ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. ഈ ആറായത്തുകളും രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ, നമുക്കും മക്കൾക്കും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ. അല്ലാഹു സമാധാനം നൽകട്ടെ. ഒന്ന് ഓതി നോക്കൂ. വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് താബൂത് ഫീഹി സകീനതും മിർ റബ്ബികും. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ, സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങളായിരുന്ന അത്ഭുതങ്ങൾ അടങ്ങിയ ഒരു പെട്ടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അള്ളാഹു വിജയത്തിന്റെ അടയാളമായി ജാലൂത്ത് എന്ന് പറയുന്ന മഹാനായ രാജാവിന് തെളിവായും സപ്പോർട്ടായിട്ടും സമാധാനമായിട്ടും അള്ളാഹു ഇറക്കി കൊടുത്തു. അതിനെ സംബന്ധിച്ച് പറയുന്ന ആയത്താണത്. 2 ثم أنزل الله سكينته على رسوله وعلى المؤمنين. 2 സൂറത്ത് തൗബ 26-ാമത്തെ ആയത്ത്. ആദ്യം പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 248. 3 ഇത് യഖൂലു ലിസാഹിബി, നമ്മൾ ചൊല്ലുന്നുണ്ടോ? ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. സൂറത്തുൽ തൗബ തന്നെ തൗബയിലെ 40-ാമത്തെ ആയത്ത്. 4-ാമത്തേത് സൂറത്തുൽ ഫത്ഹിലെ 4-ാമത്തെ ആയത്ത്. هو الذي أنزل السكينة في قلوب المؤمنين. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم.
ഒന്നുകൂടെ ഹുവല്ലദീ അൻസലസ് സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ ലിയസ്ദാദൂ ഈമാനൻ മഅ ഈമാനിഹിം. 5 സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്ത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅഥാബഹും ഫത്ഹൻ ഖരീബാ. 6-ാമത്തേത് സൂറത്തുൽ ഫത്ഹിലെ 26-ാമത്തെ ആയത്ത്. ഇദ് ജഅലല്ലദീന കഫറൂ ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത ഹമിയ്യതൽ ജാഹിലിയ്യ ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ. അവൻ ഓർക്കുന്നവർക്ക് അല്ലാഹു സമാധാനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത്. അറിയണമേ, അലാ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിനു മുമ്പ് അല്ലാഹു പറയുന്നത് സൂറത്തുർ റഅദ്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയമാണ് താരം, ഹൃദയമാണ് പ്രാധാന്യം, ഹൃദയത്തിനാണ് സമാധാനം ഇറങ്ങേണ്ടത്. അല്ലാഹു പറയട്ടെ, അല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിനെ കാണാൻ നാളെ പോവുകയാണ് എന്ന ബോധമുള്ളവരും വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോഴേ ബിസ്മില്ല, വെള്ളം കുടിക്കുമ്പോഴേ ബിസ്മില്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ, കയറാൻ പോകുമ്പോൾ ദിക്ർ, പള്ളിയിലേക്ക് കയറുമ്പോൾ ദിക്ർ, ഇറങ്ങുമ്പോൾ ദിക്ർ, വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് ദിക്റുണ്ട്. അല്ലാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, തുമ്മിയാൽ നമുക്ക് ദിക്റുണ്ട്. എന്തിനാണ് ദിക്റുകളില്ലാത്തത്? ഉറങ്ങുമ്പോൾ ദിക്റുണ്ട്, ഉണർന്നു കഴിഞ്ഞാൽ ദിക്റുണ്ട്, വുദു എടുക്കുമ്പോൾ ദിക്റുണ്ട്, എടുത്തു കഴിഞ്ഞാൽ ദിക്റുണ്ട്. ഖുർആൻ, നമ്മുടെ വിശുദ്ധമായ സ്വലാത്ത് നിസ്കാരം ആരംഭിക്കുമ്പോൾ, നിസ്കാരം കഴിഞ്ഞിട്ട് അദ്കാറുകളുണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളാണ് ഇതൊക്കെ. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് അല്ലാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണമേ, അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് ഖൽബിൽ സമാധാനം നൽകട്ടെ. അതുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളിൽ ഏറ്റവും ചെറിയ എളുപ്പമേറിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. കലിമതാനി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ് അവസാനിക്കുന്ന അവസാനത്തെ ഹദീസ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. 2 വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? നാവുകൊണ്ട് പറയാൻ എളുപ്പമാണ്, തുലാസിൽ കനം തൂങ്ങുന്നതാണ്, നാവിന് കനം കുറഞ്ഞതാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വചനങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അത് പറയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നമ്മുടെ ഒരു ഇബാദത്ത് കൊണ്ടോ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ തുലാസിൽ കനം തൂങ്ങുന്ന പോലെ അതിലേറെ കനം തൂങ്ങാൻ കാരണമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒന്നുകൂടെ, വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. 4 ഇസ്തിഗ്ഫാറുകൾ മറന്നു പോകരുത്. 4 ഇസ്തിഗ്ഫാറുകൾ ഡെയിലി ഒരു മനുഷ്യൻ ചെയ്യണമെന്നാണ്. 4 തവണ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. 1 അസ്തഗ്ഫിറുല്ലാഹ്, 3 തവണ അസ്തഗ്ഫിറുല്ലാഹ്,
അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇനി 100 തവണ ഒരു ദിവസം ചൊല്ലണമെന്ന് നബി തങ്ങൾ പറഞ്ഞൊരു ഇസ്തിഗ്ഫാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അത് 100 മറ, 100 തവണയാണ്. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. പിന്നെ പറഞ്ഞു 3 തവണ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ 3 തവണ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒന്നുകൂടെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അത് 3 തവണ. പിന്നെ ഒരിക്കൽ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت من قالها മൂഖിനൻ മിൻ ഖൽബിഹി. ഒരു മനുഷ്യൻ മനസ്സിൽ ഉറപ്പിച്ച് അല്ലാഹു എൻ്റെ പാപങ്ങൾ ഇത് ചൊല്ലിയാൽ പുറത്തു തരും എന്ന ഉറപ്പോടുകൂടെ ചൊല്ലുകയും ഫമാത മിൻ യൗമിഹി, ആ ദിവസം പകലിൽ മരിക്കുകയാണെങ്കിൽ രാവിലെ ഈ ദിക്ർ ചൊല്ലിയ ആളുകൾക്ക് സ്വർഗ്ഗമുറപ്പാണ്. മഗ്രിബ് കഴിഞ്ഞു ഓതി ആ രാത്രിയിൽ തന്നെ മരിക്കുകയാണ് സുബ്ഹിക്ക് മുമ്പെങ്കിൽ ആ രാത്രിയിൽ ഓതിയത് മനസ്സിൽ ഉറപ്പിച്ച് എൻ്റെ റബ്ബന്റെ പാപങ്ങൾ പൊറുക്കു തരും എന്ന ഉറപ്പിലാണെങ്കിൽ ആ മനുഷ്യന് സ്വർഗം ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇത് അറിയാത്തവര് നമ്മൾ കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിലോ സഫാരിയിലോ ഒന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൻ്റെ ഇമേജ് എടുത്താൽ മതി, അതിൻ്റെ ഫോട്ടോ എടുത്താൽ ഈ ദിക്ർ ശരിക്ക് കിട്ടും. അല്ലാഹുമ്മ അൻത റബ്ബി, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നതിൻ്റെ പേര്. ഈ 4 മഗ്ഫിറത്ത് റബ്ബിനോടൊരു ദിവസം നമ്മൾ ചോദിക്കൽ നിർബന്ധമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഓരോ നിസ്കാരത്തിൻ്റെ പിറകെയും അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 100 തവണ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ തങ്ങൾ ചൊല്ലിയിരുന്നതാണത്. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 100 തവണ. നമുക്കിപ്പോൾ ചൊല്ലാൻ സമയമില്ല. പിന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി 3 തവണ. പിന്നെ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരിലേക്ക് അടുക്കാനും മനസ്സിന് സമാധാനം നൽകാനും അല്ലാഹു നിശ്ചയിച്ച വഴി ദിക്റിലൂടെ അല്ലാഹുവിൻ്റെ സ്മരണയിലൂടെ ഹൃദയത്തിൻ്റെ വെളിച്ചം വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.